തമിഴ്നാട്ടിൽ വെള്ളം ചൂടാവുന്നു. കേരളത്തിൽ മുല്ലപ്പെരിയാർ ഉറക്കം കെടുത്തുന്നു. രസകരമാണ് ഇപ്പോഴത്തെ ചിന്ത. മഴ കൊണ്ട് മുറിവേൽക്കുന്നവർ, വെള്ളം കൊണ്ട് മുറിവേൽക്കുന്നവർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ലോകം മുഴുവൻ മുറിവേറ്റിട്ടുള്ളത്, കരഞ്ഞിട്ടുള്ളത്, സങ്കടപ്പെട്ടിട്ടുള്ളത് കഠിനമായ ജലം വരുന്നത് കൊണ്ടോ, പ്രളയത്തിൻ്റെ രൂപത്തിൽ, ഉരുൾപൊട്ടൽ രൂപത്തിൽ, അല്ലെങ്കിൽ വെള്ളമില്ലാതെ വരൾച്ച വരുന്നത് കൊണ്ടാണ്. ലോകത്തിലെ എല്ലാ ഡാമുകളും വലിയ പ്രതിസന്ധികൾ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ വർഷം കഴിയുമ്പോൾ ഡാമുകൾ പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം അതിന് ആയുസ്സുണ്ട്. ആയുസ് കഴിഞ്ഞാൽ അതിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ ചർച്ചയും വെള്ളമാണ്. ഇന്നലെ തന്നെ സംഭവിച്ചത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായോ പ്രതികൂലമായോ എന്ത് നിലപാടെടുക്കണം എന്നതിനെ സംബന്ധിച്ച് തമിഴ്നാട് വിജയ് സി ജോസഫ് ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം അണ്ണാ DMKയും DMKയും ബഹിഷ്കരിക്കുന്നതിന് അവർ പറഞ്ഞ കാര്യം കാവേരി മേക്കദാട്ട് ഡാം, കാവേരി പിന്നെ മേക്കദാട്ട് ഡാം, ഈ ഡാമിൻ്റെയും കാവേരിയിലെയും വെള്ളത്തിൻ്റെ വിഷയത്തിൽ നിന്ന് കർണാടകയുമായിട്ട് ഇപ്പം നടക്കുന്ന തർക്കത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു രാഷ്ട്രീയ നാടകം കളിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ വെള്ളം ചൂടാവുകയാണ്. ഇനി കേരളത്തിലേക്ക് വരാം ഞാൻ. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഇനിയും ബില്ല് അവതരിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു യോഗത്തിന് എന്ത് പ്രസക്തി എന്നാണ് അവർ ചോദിക്കുന്നത്. ബില്ലിനെതിരെ പാർട്ടി DMKയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് പാർട്ടിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയും പറയുകയുണ്ടായി. അതുപോലെ കനിമൊഴി MP അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാവേരി മേക്കദാട്ട് പോലുള്ള ജീവൽ പ്രശ്നങ്ങളിൽ സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടണമെന്നും എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടു. മണ്ഡല പുനർനിർണയ ബില്ലിന്റെ പേരിൽ തിടുക്കത്തിൽ MP-മാരുടെ യോഗം വിളിച്ചു കൂട്ടുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അവർ ആരോപിച്ചു. തമിഴ്നാട്ടിൽ ഏകദേശം 57 MP-മാരാണ് ഉള്ളത്. അതിൽ നമുക്ക് 20 ഉള്ളപ്പോൾ അവർക്ക് 57 MP-മാരുണ്ട്. DMK 30, അണ്ണാ DMK 4, പട്ടാളി മക്കൾ കച്ചി 1, മക്കൾ നീതി മയ്യം 1, DMDK 1 എന്നിവയിൽ നിന്ന് 37 MP-മാരാണ് യോഗം ബഹിഷ്കരിച്ചതിനുള്ള കാരണം ഈ പറയുന്ന കാവേരി മേക്കദാട് ഡാമിൻ്റെയും ചർച്ച കൊണ്ടുവരാതെ കൃത്യമായി വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലുള്ള വിഷയത്തിലാണ് അവർ വലിയ പ്രശ്നങ്ങളുള്ളത്. അതേസമയം CPM-ൻ്റെയും 2 MP-മാർ, CPI-യുടെ 2 MP-മാരും അതിനകത്ത് ഒരു 19 MP-മാർ അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിൻ്റെ ഒരാൾ, അങ്ങനെ അവർ പങ്കെടുത്തു. പക്ഷെ വിഷയം വളരെ പ്രധാനമാണ്. കാവേരി ഈ നദിയുടെ വിഷയം തമിഴ്നാടിൻ്റെ ഉറക്കം കെടുത്തുമ്പോൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡാം തുറന്നു വിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് ഡാം തുറന്നു വിട്ടു. ഇനി തമിഴ്നാട്ടിലേക്ക് സെക്കൻഡിൽ 350 ഘനം അടി ജലം ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്ന് തമിഴ്നാട് തേക്കടി ഷട്ടറിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം തേനി ജില്ലാ കളക്ടർ വൈദ്യനാഥനാണ് ജലം ഒഴുക്കിവിടാനുള്ള ഷട്ടർ തുറന്നത്. കമ്പം MLA A ജഗന്നാഥ മിശ്ര, MP തങ്ക തമിഴ് സെൽവം തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത ഒരു യോഗം. അണക്കെട്ടിൽ നിലവിൽ 122.30 അടിയാണ് ജലനിരപ്പ്. സെക്കൻഡിൽ 1526 ഘനയടി ജലമാണ് ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട്ടിലേക്ക് സെക്കൻഡിൽ 350 ഘനയടി ജലം തുറന്നു വിട്ടിട്ടുണ്ട്. ഈ ജലം ഉപയോഗിച്ച് കാർഷിക മേഖലയിലെ 14,707 ഏക്കർ സ്ഥലത്തിൽ ആദ്യഘട്ട നെൽകൃഷി ആരംഭിക്കും. ജലം തുറന്നുവിടാൻ നിയമമന്ത്രി നിർമ്മൽ കുമാർ വരുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും അവസാന നിമിഷം അത് മാറ്റി. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഭൂമി കയ്യേറിയതായി ജഗന്നാഥ മിശ്ര MLA ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ തമാശയല്ല, കാര്യങ്ങൾ വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ്. അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അണക്കെട്ടിൻ്റെ പാട്ടഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും കനാലിലെ ജലത്തിൽ മാലിന്യം കലർത്തുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തേക്കടിയിലെത്തി കമ്പ MLA മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ എന്തായാലും വളരെ ഗൗരവതരമായ ഒരു വിഷയമായി മുല്ലപ്പെരിയാർ മാറുന്നു. അപ്പോഴും തമിഴ്നാട്ടിലെ ആവട്ടെ കേരളത്തിലുള്ളവരാവട്ടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടുത്ത് അനധികൃതമായി കയ്യേറ്റം നടത്തിയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ എവിടെ നിൽക്കുന്നു, മനുഷ്യരെവിടെ നിൽക്കുന്നു, ജനങ്ങൾ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ എവിടെ നിൽക്കുന്നു, ഡിപ്പാർട്ട്മെൻറ്റുകൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു നേർചിത്രമാണ്. ആളുകളും മോശമല്ല, അവർ കൃത്യമായി കയ്യേറി ആ പ്രദേശങ്ങളിലൊക്കെ അനധികൃതമായ റിസോർട്ടുകളും ഹോട്ടലുകളും സ്ഥാപനങ്ങളും വച്ചിരിക്കുന്നതാണ്
തമിഴ്നാടിൻ്റെ ആരോപണം. അപ്പോൾ എന്തായാലും വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലേ എന്നുള്ളതൊരു മറ്റൊരു വിഷയം. ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ കേസ് കിടക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് തമിഴ്നാടിൻ്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് അത് പൊട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള വാദങ്ങൾ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി കുറേ മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായ ഒരു വിധി വരുമോ, അവിടെ ഡാമിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകളൊക്കെ വരുന്നു. അങ്ങനെ വരുമോ? സാധ്യത കുറവാണ്. കാരണം സുപ്രീം കോടതിക്കും അങ്ങനെ കയറി ഒരു ജനതയെ മൊത്തം തള്ളിപ്പറഞ്ഞുകൊണ്ട് പറയാൻ കഴിയില്ല. നമുക്കറിയാം, തമിഴ്നാട്ടിലാണെങ്കിൽ വെള്ളം ഒരു ഏറ്റവും ചൂടാവുന്ന വിഷയമാണ്. ആരും ചൂടാക്കിയില്ലെങ്കിലും തന്നെത്താനെ ചൂടാകുന്ന ഒരു വിഷയമാണ് തമിഴ്നാട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ചൂട് വിഷയമായി, ഹോട്ട് വിഷയമായി ഇതുവരെ മാറിയിട്ടില്ല. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ, പൊട്ടുമെന്നും പൊട്ടൂല എന്നൊക്കെ പറയുന്ന ചർച്ചകൾ നടക്കുന്നതല്ലാതെ, അതുപോലെ ടണൽ വേണം അല്ലെങ്കിൽ പകരം സംവിധാനം വേണമെന്നൊക്കെ ഉള്ള ചർച്ചകൾ മുമ്പോട്ട് പോകുന്നതല്ലാതെ മറ്റൊരു കാര്യവും കേരളത്തിൽ നടക്കുന്നില്ല. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് നമുക്ക് വേണ്ടത്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ പഠനവും കൃത്യമായ ആവശ്യമുണ്ട്. അത് കുറച്ച് പേര് പറയുന്നത് പൊളിച്ചു കളയണം, തമിഴ്നാട്ടിന് എന്തിനാണ് വെള്ളം കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. കുറച്ച് പേര് പറയുന്നു തമിഴ്നാടിന് വെള്ളം നമുക്ക് സുരക്ഷ, ജീവസുരക്ഷ. പിന്നെ കുറച്ച് പേര് പറയുന്നു ടണൽ കെട്ടുന്നതാണ് നല്ലത്. പിന്നെ കുറേ സർക്കാർ ഉൾപ്പെടെയുള്ള ടീമുകൾ പറയുന്നു ഡാം കെട്ടുന്നതാണ് നല്ലത്. തമിഴ്നാടുകാർ പറയുന്നു ഞങ്ങൾ വെള്ളത്തിൻ്റെ അളവ് 156 അടി വരെ ഉയർത്തും എന്ന് പറയുന്നു. ഇപ്പം 136 കിടക്കുന്ന 156 വരെ ഉയർത്തും, 142 വരെ സുപ്രീം കോടതി സമ്മതിച്ചിട്ടുമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാക്കി ഇതിനെ കൊണ്ടുപോകുന്നു. 999 വർഷത്തേക്ക് പണിത ഒരു ഡാമാണ്. അത് ലീസിന് കൊടുത്തിരിക്കുന്നതാണ്, പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പാട്ടക്കരാർ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. എന്തായാലും ഒരു ജനതയുടെ, മലയാള ജനതയുടെ ഉറക്കം കെടുന്നതാണ് നമ്മുടെ ജലബോംബ്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഉറക്കം കെടുത്തുന്ന, രാഷ്ട്രീയമായ തിരിച്ചടികൾ നേടുന്നതാണ് കാവേരി വെള്ളവും മുല്ലപ്പെരിയാർ ഡാമും. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം കറങ്ങുന്നത് വെള്ളത്തിലാണ്. നമ്മുടെ രാഷ്ട്രീയമൊന്നും വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടല്ല കറങ്ങുന്നതെങ്കിലും 4-5 ജില്ലകളിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ മുല്ലപ്പെരിയാർ വിഷയം സജീവമായിട്ടുണ്ട്. ഇത് രണ്ടും നോക്കുമ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ആയാലും കാവേരി ആയാലും അവർ വളരെ അതിവൈകാരികമായി കാണുന്ന വിഷയങ്ങളാണ്. അത്രയും വൈകാരികതയൊന്നും കർണാടകക്കാർക്കുമില്ല, കേരളക്കാർക്കുമില്ല. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു സമവായത്തിലെത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സംശയമുണ്ട്. ആ സമയത്തും കേന്ദ്ര ഡാം സേഫ്റ്റി അതോറിറ്റിയും സെൻട്രൽ വാട്ടർ കമ്മീഷനും കളി കാണാൻ ഗാലറിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അവർ കൂടി ഇറങ്ങി കളിച്ചാൽ മാത്രമേ ഈ കളിക്കൊരു വിജയം ഉണ്ടാവുകയുള്ളൂ.